CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ആരംഭിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. CPM ആരംഭിച്ച ഉഭയകക്ഷി ചർച്ചയെപ്പറ്റിയും സെക്രട്ടേറിയറ്റ് വിലയിരുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ രാജ്യസഭാ സീറ്റ് അതൊരു കീറാമുട്ടിയായിട്ട് തന്നെ CPM-ൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഷോൺ ജോർജ് മാസപ്പടി കേസിൽ പുറത്തുവിട്ട വിവരം അടക്കം ഈ CPM-ന് തലവേദനയായി നിൽക്കുന്ന അവസരത്തിലാണ് യോഗം ചേർന്നുകൂടി. ഇന്ന് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആനുകാലികമായ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം തന്നെയാണ്. ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റിൽ 2 സീറ്റിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുക. അതിലൊരു സീറ്റ് CPM ഏറ്റെടുത്താൽ അവശേഷിക്കുന്ന മറ്റൊരു സീറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം രൂപപ്പെട്ടിട്ടുള്ളത്. CPI-യുടെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും ഓരോ സീറ്റിലുള്ള കാലാവധി അവസാനിക്കുന്നു. സ്വാഭാവികമായും അവർ ആ സീറ്റ് നിലനിർത്തണം, ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള ആവശ്യം മുൻപിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം, അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, ഇവരുടെ രാജ്യസഭാ കാലാവധിയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കാലാവധി അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിക്കുകയാണ്. മറ്റൊരാളെന്ന് പറയുന്നത് എളമരം കരീമിൻ്റെ കാലാവധി അവസാനിക്കുന്നു. CPM പ്രതിനിധിയാണ്. സ്വാഭാവികമായി ഒരു സീറ്റ് CPM തന്നെ ഏറ്റെടുക്കും. ആ സീറ്റിലേക്ക് ആരെ വേണം എന്നുള്ള കാര്യവും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അവശേഷിക്കുന്ന മറ്റൊരു സീറ്റിലേക്ക് ആർക്ക് നൽകും, ഏത് പാർട്ടിക്ക് നൽകും എന്നുള്ളത് വലിയ തലവേദന തന്നെയാണ്. CPI-യും കേരള കോൺഗ്രസ് മാണി വിഭാഗവും കൂടാതെ ഈ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ച മറ്റ് ഘടകകക്ഷികളും രംഗത്തുണ്ട്. അതായത് RJD, MP ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന RJD, അതുപോലെ തന്നെ NCP, PC ചാക്കോ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള NCP എന്നീ പാർട്ടികളും ഈ രാജ്യസഭാ സീറ്റ് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും CPM ചർച്ച ചെയ്യുക. അതേപോലെ തന്നെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റിലേക്ക് CPM ആരെ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യവും തീരുമാനിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിലാകും. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാർക്കോഴ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പുതിയ ആരോപണങ്ങൾ, ബാർ മുതലാളിമാരുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്, അതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്, അതിന്മേലുള്ള സംഘടനകളുടെ നിലപാട്, ബാർ അതായത് മദ്യനയത്തിൽ ഇപ്പോൾ സർക്കാർ തുടരുന്ന ഒരു നയം, ഇതൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സാലോജിക് കമ്പനിക്കെതിരായ ആരോപണങ്ങൾ, ഇതിനെ എങ്ങനെ ചെറുക്കാം തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആനുകാലികമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് രജനി. നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. MK വിനോദാണ് വിവരങ്ങൾ നൽകിയത്.